ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദശമഹാകഹ, അതായത് ദശമഹാപാഠകയാണ്, ദശമഹാകഹ എന്ന ലെസൺ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ബാലകാഹ കിമർത്ഥം നദീം അഗച്ഛൻ, ബാലകാഹ കിമർത്ഥം നദീം അഗച്ഛൻ, എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികൾ നദിയിലേക്ക് പോയത്? സ്നാനായ അല്ലേ, കുളിക്കുന്നതിന്. കതി ബാലകാഹ, എത്ര ബാലകന്മാരായിരുന്നു? ദശബാലകാഹ. അപ്പോൾ അത് നമ്മൾ അതുവരെ പറഞ്ഞു. അപ്പോഴത്തേക്കും അടുത്ത നോക്കും നെക്സ്റ്റ് ലെസൺ. ആ ലെസണിൽ പേജ് നമ്പർ 106 അതിൽ തേ നദീജലെ ചിരം സ്നാനായ അകുർവൻ തതഹ തേ തീർത്ഥ പാരം ഗതാഹ. അവ എന്ത് ചെയ്തു? തീർത്ഥം പാരം ഗതാഹ. പാരം ഗതാഹ മറുകരയിലെത്തി. തഥാ ദെൻ തേഷാം നായകഃ അപൃച്ഛത്. തേഷാം നായകഃ, കേഷാം ആരുടെ? ബാലകാനാം, ബാലകന്മാരുടെ. തേഷാം എന്നുള്ള എന്തെന്നാണ്? ഷഷ്ടി ബഹുവചനമാണ്. തസ്യ തയോഹോ തേഷാം, തച്ഛബ്ദമാണ്. തേഷാം തസ്യ തയോഹോ തേഷാം. തേഷാം എന്താ? അവരുടെ, അവരുടെ. തേഷാം അവരുടെ എന്താണ്? തേഷാം നായകഃ, അതിവിടെ എല്ലാത്തിലും ഒരു ലീഡർ കാണുമല്ലോ. അപ്പോൾ തേഷാം നായകഃ അപൃച്ഛത്. പൃച്ഛ് ധാതു ചോദിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപൃച്ഛത്ത് ലങ്ങാണ് പരസ്മൈവചനം. അപൃച്ഛത്ത്, അപൃച്ഛതാം, അപൃച്ഛൻ. അപൃച്ഛത്ത്, അപൃച്ഛത്ത്, അപൃച്ഛതാം, അപൃച്ഛതാം, അപൃച്ഛൻ, അപൃച്ഛൻ. ചോദിച്ചു ലങ്ങാണ്. ലങ് ഷോസ് പാസ്റ്റ് ടെൻസ് അല്ലേ. അപ്പോൾ ചോദിച്ചു. അപൃച്ഛത്, അപൃച്ഛത്. കഹ അപൃച്ഛത്, ആരാ ചോദിച്ചത്? നായകഃ. തേഷാം നായകഃ അപൃച്ഛത്. എന്ത് ചോദിച്ചെന്ന് നോക്കിയുള്ളൂ, അതുവരെയാണ് വന്നത്. അഭി സർവേ ബാലകാഹ നദീം ഉത്തീർണാഹ. അഭി സർവേ, അഭി എന്ന് പറഞ്ഞാൽ എന്തോന്നാണെന്ന് പറഞ്ഞു? ഒരു അവ്യയമാണെന്ന് പറഞ്ഞു. അഭി സർവേ, സർവേ എന്ന് പറഞ്ഞാൽ എല്ലാവരും. സർവേ ബാലകഃ, സർവേ കാ, സർവേ കേ ബാലകാഹ, സർവേ ബാലകാഹ നദീം ഉത്തീർണാഹ. നദീം, നദീം എന്നുള്ള ഏത് വിഭക്തിയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നദീ, നദ്യൗ, നദ്യഃ, നദീം. അത് ദ്വിതീയ ഏകവചനം. നദീം, നദ്യൗ, നദീഹി എന്നാണ്. നദീം. അപ്പം നദിയേ, നദിയെ. ഉത്തീർണാഹ ക്രോസ് ചെയ്തോ, അപ്പുറത്ത് പോയോ എന്നുള്ള. അപ്പോൾ സർവേ ബാല, എല്ലാവരും പോയോ, എല്ലാവരും ഇപ്പുറത്ത് വന്നോ എന്ന് ചോദിക്കുകയാണ്. തഥാ ദെൻ കശ്ചിത് ബാലകഃ സർവാൻ പങ്ക്തൗ സ്ഥാപയിത്വ അഗണയത്. കശ്ചിത് ബാലകഃ, ഒരു ബോയ്. അഗണയത്, അഗണയത് ഗണധാതുവാണ്. ഗണത്തിന് എണ്ണുക, കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ അഗണയത് എന്നുള്ളതിൽ അപൃച്ഛത്ത് നമ്മൾ പഠിച്ചല്ലോ, അപൃച്ഛത്ത്. അതുപോലെ അഗണയത്, അഗണയതാം, അഗണയനാണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അത് പാസ്റ്റ് ടെൻസ് ആണ്, ലങ് ആണ്. അപ്പോൾ പിന്നെ കശ്ചിത് ബാലകഃ അഗണയത്. ആരെ അഗണയത്ത്? അഗണയത്ത്. കഥം, എങ്ങനെയാണ് എണ്ണാൻ തുടങ്ങിയത്? സർവാൻ പങ്ക്തൗ. പങ്ക്തൗ എന്ന് പറഞ്ഞാൽ പങ്ക്തിയിൽ. പങ്ക്തി എന്താണ്? റോ ആയിട്ട് നിർത്തി, ലൈനായിട്ട് നിർത്തിയിട്ട് സ്ഥാപയിത്വ, ലൈനായിട്ട് എന്ത് ചെയ്തു? നിർത്തിയിട്ട്. സ്ഥാപയിത്വ ക്വാന്തമാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്വാ പ്രത്യേകം ചേർക്കുമ്പോഴത്തേക്ക് പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥം വരും. നിർത്തിയിട്ട് അഗണയത്, എന്നിട്ടാണ് എണ്ണിയത്. എങ്ങനെ എണ്ണിയെന്ന് നോക്കിക്കോളൂ. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ്, സപ്ത, അഷ്ട, നവ ഇതി എന്ന് 9 വരെ എണ്ണി. 9 വരെ എണ്ണി. സഹ ആത്മാനം ന ഗണയത്. സഹ കഹ, കശ്ചിത് ബാലകഃ എന്ത് ചെയ്തു? ആത്മാനം. ആത്മാനം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാനം സ്വയം. ആത്മൻ ശബ്ദമാണ് ആത്മാനം. ആത്മൻ ശബ്ദം. അത് പ്രഥമ വരുമ്പോൾ ആത്മാ, ആത്മാനൗ, ആത്മാനൗ,
ആത്മാനഃ. ഇത് പ്രഥമ വിഭക്തിയാണ്. ഇത് ഇനി ദ്വിതീയ വരുമ്പോ എങ്ങനെ വരും? ആത്മാനം ആത്മാനൗ ആത്മനഃ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആത്മാനൗ ആത്മാനഃ ഏതാണ്? പ്രഥമ വിഭക്തിയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആത്മാനൗ ആത്മനഃ ആണ് എന്ത്? ദ്വിതീയ വിഭക്തി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോന്നാണ്? സഹ ആത്മാനം ന അഗണയത്ത്. ആത്മാനം സ്വയം. അപ്പം എന്നെ എന്നുള്ള അർത്ഥം, തന്നെ എന്നുള്ള അർത്ഥമാണ്. അതിലേക്ക് എന്നൊക്കെയാണ് ആ ദ്വിതീയയുടെ അർത്ഥം. അപ്പോൾ ആത്മാനം ന അഗണയത്, സ്വയം അവൻ തന്നെ എന്ത് ചെയ്യുക? ആ ബാലൻ ന അഗണയത്, അവനെ എണ്ണിയില്ല എന്നാണ്. അതഹ സോ സഹ അവദത്. അതും ലങ്ങാണ്. ഇവിടെ അപൃച്ഛത്ത് പോലെ നേരത്തെ വന്നു എന്താണ്? അത് വന്നത് അഗണയത്ത്. അടുത്ത വന്ന് എന്തോന്നാണ്? അവദത്ത്. വദ് ധാതു, പറയുക, പറഞ്ഞു. അപ്പം അവദത്ത് എന്നുള്ളത് ലങ്ങാണ്, പാസ്റ്റ് ടെൻസ്. അവദത്ത്, ടോൾഡ്, പറഞ്ഞു. അവദത്ത് അതഹ സഹ അവദത്ത്. അതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞു? അരേ വയം നവയേവ സ്മഭോ. അരേ ഇടാന്ന് വിളിക്കുകയാണ്. വയം, അഹം, ആവാം, വയം, ഞാൻ, ഞങ്ങൾ, രണ്ടുപേർ, ഞങ്ങൾ. വയം നവയേവ, 9 ഉള്ളായിരുന്നു. നവ ഏവ സ്മ ഭോഹോ. സ്മ എന്താണ്? അസ് ധാതുവിൻ്റെ പ്രസൻറ്റൻസ് ആണ്, ലട്ടാണ്. അസ്തിസ്തഹ സന്ധി. പിന്നെ മധ്യമപുരുഷം വരുമ്പോൾ അസിസ്തഹ സ്ത. ഉത്തമപുരുഷം വരുമ്പോൾ അസ്മി സ്വഹ സ്മഹ. അതാണ് അവിടെ. അപ്പം ഉത്തമപുരുഷൻ മൊത്തം ഞാനിവിടെ എഴുതുന്നുള്ളൂ. അസ്മി ഉത്തമപുരുഷനാണ്. ഉത്തമപുരുഷൻ വന്നപ്പോൾ അസ്മി സ്വഹ സ്മഹ. അസ്മി സ്വഹ സ്മഹ എന്ന് പറഞ്ഞാൽ എന്താ? ആകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഇവിടെ പറഞ്ഞ എന്തോന്നാണ്? അരേ വയം നവയേവ സ്മഭോ. നമ്മൾ 9 ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇവിടെ സ്മ പറഞ്ഞത്? അഹമായിരുന്നെങ്കിൽ അസ്മി, അഹമസ്മി. ആവാം സ്വഹ, വയം സ്മഹ. വയം വന്നതുകൊണ്ടാണ് അത്. ഉത്തമപുരുഷൻ ഫസ്റ്റ് പേഴ്സൺ. മനസ്സിലായില്ലേ? അപ്പോൾ വയം അങ്ങനെയല്ലേ നമ്മൾ പിന്നെ 9 ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ചോദിക്കുകയാണ്. ദശമഹ നാസ്തി. ദശമഹ എന്ന് പറഞ്ഞാൽ ദശ എന്ന് പറഞ്ഞാൽ 10 എന്നാണ് അറിയാം അല്ലേ? അതിൻ്റെ ഒരു പൂരണാർത്ഥത്തിൽ വരുമ്പോഴാണ് ദശമഹ, 10ാമത്തേത്. അപ്പം ഏകം എങ്ങനെ വരും? ഏകം എങ്ങനെ വരുന്നത്? പ്രഥമ. ആ പ്രഥമയിൽ തന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം, നംസോലിംഗം. അത് ഞാൻ അടുത്ത ലാസ്റ്റിൽ പഠിക്കും. പ്രഥമ. അപ്പം ദ്വേയാവുമ്പോഴോ ദ്വിതീയ, ത്രീണിയാകുമ്പം പിന്നെ തൃതീയ, അങ്ങനെ ആയിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ എന്താണ്? ദശമഹ നാസ്തി. ദശമഹ 10ാമത്തവൻ നാസ്തി. നാസ്തി എങ്ങനെ വരും? ന പ്ലസ് അസ്തിയാണ്, ഇല്ല എന്ന് കാണിക്കുകയാണ്. നാസ്തി, അവനില്ലല്ലോ, നാസ്തി. അപ്പം ദശമഹ നാസ്തി. അപ്പം ദശമഹ എന്ന് പറയാൻ കാരണം പുല്ലിംഗമാണ്. അതുകൊണ്ടാണ് ദശമഹ എന്ന് പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്തു? അപരഹ അപി. അപരഹ എന്ന് പറഞ്ഞാൽ മറ്റൊരുവൻ, അനദർ ബോയ്, അതർ ബോയ്. അപരഹ അപി. അപി എന്ന് പറഞ്ഞാൽ ഓൾസോ. അതെന്താണ്? അവ്യയമാണ്. അപരഹ അപി ബാലകഃ. അപരഹ അപി ബാലകഃ പുനഃ എഗെയിൻ, വീണ്ടും. ആത്മാനം ത്യക്ത്വാ. ക്വാന്തമാണ്. ക്വാ പ്രത്യം, ത്യജിച്ചിട്ട്. അവിടെയും പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥം വന്നു. അന്യാൻ ബാലകാൻ. ബാലകാൻ എന്നുള്ളത് എന്താണ്? ബാലകഃ, ബാലകൗ, ബാലകാഹ പ്രഥമ. ദ്വിതീയ വന്നപ്പോൾ ബാലകം, ബാലകൗ, ബാലകാൻ. അപ്പോൾ എന്താ? ദ്വിതീയ ബഹുവചനമാണ് അല്ലേ?
അന്യാൻ. അപ്പം ബാലകാൻ ദ്വിതീയ ബഹുവചനമാകുമ്പോൾ അതിന് മുമ്പ് മറ്റ് വിശേഷണം എന്തെങ്കിലും ചേർക്കുമ്പോൾ അതും എന്ത് തന്നെ വരണം, ദ്വിതീയ ബഹുവചനം തന്നെ വരണം. അതുകൊണ്ടാണ് അന്യാൻ ബാലകാൻ, മറ്റ് ബാലകന്മാരെ, അഗണയത്ത്. ഇതുപോലെ തന്നെയാണ് ആത്മാനം തെക്വ, സ്വയം തന്നെ തെക്വ, ത്യജിച്ചിട്ട് ഇല്ല എണ്ണാതെ എന്ത് ചെയ്തു, അന്യാൻ ബാലകാൻ അഗണയത്. അന്യാൻ ബാലകാൻ, ബാക്കി 9 പേരെ, ബാക്കിയുള്ളവരെ അഗണയത് പറഞ്ഞു തന്നു. തഥാ അഭിനവേവാസൻ, അപ്പോഴെന്താണ്, തഥാ ദൻ നവ ഏവ ആസൻ, ആസൻ ആസീത്, അസ്താം ആസൻ. നേരത്തെ അസ്ഥിസ്തഹ പറഞ്ഞു തന്നില്ല, അത് ലട്ടാണ്, അസ് ധാതുവിൻ്റെ ലങ്ങാണ് ആസീത്. ആസീത് ആസീത് ആസ്താം ആസൻ. എന്തുവാ മീനിങ്? പുരാ ദശരഥോ നാമ രാജ ആസീത്, പണ്ട് ദശരഥൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. ദർ വാസ് എന്ന് കാണിക്കുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താണ് കഹ ആസീത്, അഭിനവ ഏവ ആസീത്, 9 ഉള്ളൂ, ഇപ്പോഴും ഉണ്ട്. ആസീത് ലങ്ങാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അതഹ സോ തേ നിശ്ചയം അകുർവൻ, തേ നിശ്ചയം അകുർവൻ, അകരോ അകൃ ധാതുവിൻ്റെയാണ് അകുർവൻ, അതും പാസ്റ്റ് ടെൻസ് ലങ്ങാണ്. അതിൻ്റെ പ്രസന്റ് ടെൻസ് എങ്ങനെ വരും, കരോതി കുരുതഹ കുർവന്തി, അത് പ്രസന്റ് ടെൻസ് ലട്ട്. പാസ്റ്റ് ടെൻസ് വന്നപ്പം അകരോത്, അകരോത് അകുരുതാം അകുർവൻ. ഇത് പ്രഥമ വിഭക്തിയാണ്, പ്രഥമ വിഭക്തിയല്ല, പ്രഥമ പുരുഷനാണ്. അകുർവൻ, 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 അത് ലങ്, പാസ്റ്റ് ടെൻസ് ആണ്, പ്രഥമ ബഹുവചനം. ഇവിടെ എന്താണ്, ആത്മാനം തെക്വ അന്യാൻ ബാലകാൻ അഗണയത്ത് തഥാപി നവേവാസൻ അതഹ തേ നിശ്ചയം അകുർവൻ, അവർ നിശ്ചയം ചെയ്തു. എന്താണ്, യത് ദശമഹ നദ്യാം മഗ്നഃ, ദശമഹ 10ാമത്തവൻ, ദശമഹ നദ്യാം, നദിയിൽ. അതവിടെ എന്താണ്, നദ്യാം എന്നുള്ളത് എന്താണ്, സപ്തമി, പിന്നെ ഏകവചനമാണ്, നദീ ശബ്ദത്തിൻ്റെ സപ്തമി വിഭക്തിയാണ്. നദ്യാം, ബാക്കി ദ്വിവചനം നദ്യോഹോ, നദ്യോഹോ, നദീഷു, നദികളിൽ എന്നുള്ള അർത്ഥത്തിൽ. ഇത് ബഹുവചനം. നദ്യാം, നദ്യോഹോ, നദീഷു. അപ്പം ഇവിടെ എന്താണ്, അവർ എന്ത് ചിന്തിച്ചു, ദശമഹ ബാലഹ നദ്യാം മഗ്നഃ, മുങ്ങിപ്പോയി എന്നാണ്. നദ്യാം മഗ്നഃ ഇതി തേ നിശ്ചയം അകുർവൻ, നിശ്ചയിച്ചു, അവർ മനസ്സിൽ നിശ്ചയിച്ചു. തേ വിഷണ്ണാഹ തൂഷ്ണീം അതിഷ്ഠത്ത്, തേ വിഷണ്ണാഹ, വിഷണ്ണാഹ അത് വിഷമിച്ച്, വിഷണ്ണാഹ തൂഷ്ണീം മിണ്ടാതെ, സൈലൻ്റായിട്ട്, അതിഷ്ഠൻ നിന്നു, അതിഷ്ഠത്ത് നേരത്തെ പറഞ്ഞു, അതിഷ്ഠതാം അതിഷ്ഠൻ നിന്നു. അവരെന്ത് ചെയ്തു, മിണ്ടാതെ നിന്നു, കാരണം ഒന്നിനെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് മിണ്ടാതെ നിന്നു എന്നാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, തഥാ കശ്ചിത് പഥികഃ തത്ര ആഗച്ഛത്, തഥാ ദെൻ കശ്ചിത് പഥികഃ, കശ്ചിത് നേരത്തെ വന്നു, കശ്ചിത് ബാലകഃ, കശ്ചിത് പഥികഃ, പഥിക ആരാണ്, യാത്രക്കാരൻ, ട്രാവലർ. പഥികഃ തത്ര ആഗച്ഛത്, ആഗച്ഛത് വന്നു, ആഗച്ഛത് അവിടെ വന്നു. സഹ താൻ ബാലകാൻ ദുഃഖിതാൻ ദൃഷ്ട്വ അപൃച്ഛത്, പൃച്ഛത് നേരത്തെ പറഞ്ഞു, അപൃച്ഛതാം അപൃച്ഛൻ, ചോദിച്ചു. എന്താണ്, സഹ കഹ ആരാണവിടെ, സഹ കശ്ചിത് പഥികഃ, വഴിയാത്രക്കാരൻ. താൻ ബാലകാൻ, താൻ, സഹ തൗതേ തം തൗ താൻ, സഹ തൗതേ എന്താണ്, പ്രഥമ വിഭക്തി, ദ്വിതീയ വിഭക്തിയാണ്, തം തൗ താൻ. എന്താ എൻ്റെ അർത്ഥം, അവരോടല്ല, പിന്നെ സഹ താൻ ബാലകാൻ, താൻ എന്നുള്ള അവിടെ അർത്ഥം അത് വരുന്നില്ല, ബാലകാൻ എന്നുള്ളത് ബാലകന്മാരെ
ബാലകः ബാലകൗ ബാലകാः ബാലകം ബാലകൗ ബാലകാൻ. അവിടെ എന്താണ് ദ്വിതീയ ബഹുവചനം. അവരെന്ത് ചെയ്തു? ആ ബാലകന്മാരെ ദുഃഖിതാൻ ദൃഷ്ടുവ. ഇവിടെ ബാലകാൻ എന്നുള്ള ദ്വിതീയ ബഹുവചനം ആയതുകൊണ്ടാണ് താൻ എന്നുള്ളതും എന്ത് ചെയ്തു? ദ്വിതീയ ബഹുവചനം വന്നത്. താൻ ബാലകാൻ ദുഃഖിതന്മാരാ. അവിടെ അതുപോലെ ദുഃഖിതാനും ദ്വിതീയ ബഹുവചനം. ദുഃഖിതന്മാരായ ബാലകന്മാരെ എന്ന് വന്നില്ലേ അവിടെ? ദൃഷ്ട്വ, ദൃശ്യധാതുവിനോട് ത്വാ ചേർത്തപ്പം ദൃഷ്ട്വ, കണ്ടിട്ട്, പാസ്റ്റ് ടെൻസ്. അപൃച്ഛത് ടോൾഡ്. പൃച്ഛധാതു അപൃച്ഛതാം അപൃച്ഛൻ. എന്താ? ഐ ബാലകാഹ, കുട്ടികളെ, യുഷ്മാകം ദുഃഖിതസ്യ കാരണം കിം? യുഷ്മാകം യുഷ്മത് ശബ്ദമാണ്. യുഷ്മാകം വരുന്നത്. യുഷ്മാകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, ഷഷ്ടി ബഹുവചനം. അപ്പോൾ അതിൻ്റെ ബാക്കി രൂപങ്ങൾ തവ യുവയോഹോ യുഷ്മാകം. തവ യുവയോഹോ യുഷ്മാകം. തവ യുവയോഹോ യുഷ്മാകം. ഇതെന്താണ്? ഷഷ്ടി. ഏതിൻ്റെയാണ്? യുഷ്മത് ശബ്ദം. യുഷ്മത് ശബ്ദത്തിൻ്റെ ഷഷ്ടി. അതിൻ്റെ പ്രഥമ എങ്ങനെ വരും? ത്വം യുവാം യൂയമാണ് പ്രഥമ. അപ്പോൾ ചോദിച്ചു എന്താ? ദൃഷ്ട്വ ഐ ബാലകാഹ യുഷ്മാകം ദുഃഖസ്യ, ഷഷ്ടി ഏകവചനം, ദുഃഖത്തിൻ്റെ, ദുഃഖസ്യ കാരണം കിം? എന്താ കാരണം? വാട്ട് ഈസ് ദ റീസൺ ഫോർ യുവർ സാഡ്നെസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ബാലകാഹ കിം നിശ്ചയം അകുർവൻ. എന്താണ് അവർ നിശ്ചയിച്ചത് മനസ്സിൽ? എന്താണ്? ബാലകാഹ നിശ്ചയം അകുർവൻ യത് ദശമഃ നദ്യാം മഗ്നഃ. പത്താമത്തവൻ നദിയിൽ മുങ്ങിപ്പോയി എന്നാണ് അവർ കരുതിയത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. അടുത്ത ദിവസം ബാക്കി എടുക്കുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി.